രേണു അതെടുക്കുന്നവർക്ക് എന്താ സ്പെഷ്യൽ കണ്ടന്റ്? സ്പെഷ്യൽ കണ്ടന്റ് എന്റെ എന്താ പറയാ, പോസ്റ്റ് കാണും, സ്പെഷ്യലായിട്ട് എന്താ പറയാ, ഇപ്പം ഇൻസ്റ്റയിൽ ഇടാത്ത പോസ്റ്റുകൾ കാണും, ചിലപ്പോൾ സ്റ്റോറി കാണും, റീല് കാണും. പക്ഷെ അത് സ്പെഷ്യലായിട്ട് ഇടേണ്ട കാര്യമില്ല. മറ്റവന്മാരെ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടും. എന്ത് സ്പെഷ്യല്. അങ്ങനെ രേണു സുധിയുടെ സബ്സ്ക്രിപ്ഷന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിരിക്കുന്ന ഒരു പക്ഷേ അത് ഈ അടുത്തിരിക്കുന്ന വ്യക്തിയായിരിക്കും. ഇതാണ് കാക്കിക്കുള്ള കലാകാരൻ. എന്തായാലും രേണുവിന് ഭയങ്കര രീതിയിൽ ഇദ്ദേഹത്തെ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. രേണു അതുകൊണ്ടായിരിക്കും കേസ് എന്നൊക്കെ പറഞ്ഞിറങ്ങി. എന്തായാലും ആ കമന്റ് ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം. എന്താ കമന്റിൽ പറഞ്ഞിരിക്കുന്നത്? കമന്റിൽ കാണിക്കുന്നത് പുള്ളിക്കാരി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറഞ്ഞു. നമ്മൾ വേണമെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കി എടുത്തോണം. അതെ, അയ്യോ അങ്ങനെ പറയരുത്. രേണുവിന് പ്രാചീന കാലത്ത് ഏതോ ലിപിയ, നമ്മളത് മനസ്സിലാക്കി നമ്മളതിനെ ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കി എടുത്തോണം. അല്ല, കാര്യം നമ്മൾ അങ്ങനെ പറഞ്ഞ് വിമർശിക്കരുത്. കാര്യം രേണുവിനെ സംബന്ധിച്ച് രേണുവിന് ഭയങ്കര വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ്. അപ്പം രേണു പറയുന്ന ഇംഗ്ലീഷും രേണു പറയുന്ന വാക്കുകളും എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആണ്. അതെ, അത് രേണു തന്നെ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളാണ്. എന്തായാലും നമുക്ക് രേണുവിന്റെ പുതിയ കുറച്ച് വീഡിയോസ് നിലവിൽ വന്നിട്ടുണ്ട്. പുള്ളിക്കാർക്ക് റാസൽ ഗെയിമിലോട്ടൊക്കെയാണ് പോയിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള സംഭവം നിങ്ങൾക്കറിയാമല്ലോ. ഒന്നും പറ്റാതെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണമ്പഴി ഓടും. പണ്ട് നമ്മൾ പറയായിരുന്നില്ല ഇവനെ പാകിസ്ഥാനിലോട്ട് വിട്ടു. അതെ, അതാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. രേണു അവിടെ ചിലപ്പോ യുദ്ധം എല്ലാം അമേരിക്കക്കാരന്മാർ മുണ്ടും പെറുക്കി ഓടും. ആൾക്കാരുടെ വയറൊക്കെ കാട്ടിയുള്ള ഷൂട്ടൊക്കെ നടക്കാറുണ്ട്. വയറ് അപ്പം ഈ രേണുവിന്റെ വയറ് കാണുമ്പോഴാണ് ആൾക്കാർക്ക് കുറച്ചുകൂടി പ്രശ്നങ്ങൾ. ഇവിടെ ആരാടാ ഈ ഫാൻസ്? എനിക്ക് ഇതാണ് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകാത്തെ. ആദ്യം ചോദിക്കുന്നത് രേണുവിന്റെ വയറ്. പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ടില്ല. ചോദിപ്പിച്ച ചോദ്യമാണെന്ന് കണ്ടറിയാം. ഇവരുടെ വയറിന് ഫാൻസ് ഉണ്ട് എന്നുള്ള രീതി വന്ന് ഇവര് സംസാരിക്കുക. ഈ സ്ത്രീക്ക് ഒരു ഉളുപ്പവും ഇല്ലെന്ന് ഒരു 10,000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി ഇവരിത് തെളിയിക്കുവാണ്. ഇവരിതാ ഉദ്ദേശിക്കുന്നത് വീട്ടിൽ വയറിങ്ങിയത് പഠിക്കാൻ അതിനെ പറ്റിയിട്ടാണ് ഇവർ ഈ വയറെന്ന് ഉദ്ദേശിച്ചത്. സ്വന്തം വയറിനെ പറ്റിയിട്ടൊക്കെ വന്നിരുന്നിട്ടൊക്കെ ഇങ്ങനെയൊക്കെ വന്നിരുന്ന കമന്ററി പറയാൻ വേറെ ആരെ കൊണ്ട് പറ്റും? എന്നെ പൊക്കി പറയാൻ എനിക്ക് മറ്റൊരു തെണ്ടിയുടെ സഹായം ആവശ്യമില്ല. എന്റെ പേര് ഞാൻ തന്നെ പൊക്കി പറയും. അതും വിധവയായിട്ടുള്ള പ്രത്യേകം എടുത്ത് പറയാം, വിധവയായിട്ടുള്ള സ്ത്രീ. ബാക്കി കേൾക്കാം, അതിനകത്തുണ്ട് ബാക്കി കിടക്കാൻ സാധനം. ഓ പിന്നെ വയറില്ലെന്ന് ഇത് വയറല്ല, നമുക്ക് വയറില്ല. കൊടവയറ് കഷ്ടപ്പെട്ട് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഞങ്ങളോട് വയറിന്റെ കാര്യം വേറെ ആർക്കും ഇല്ലാത്തതിന്റെയാണ്, കുശുമ്പും കൊണ്ടാണ്. രേണുവിന്റെ വയറ് കാണേണ്ട ഒരു ഗതികേട് ഇവിടെ ഒരു മനുഷ്യർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ വീഡിയോ കാണുന്നതിൽ എത്ര പേർക്ക് വയറുണ്ടെന്നുള്ളതൊന്ന് രേണു ഒന്ന് കണ്ടോട്ട് പാവം. ഇന്നലെ ഒരു ട്രോള് കണ്ടായിരുന്നു, തമന്നന്റെ വയറെന്ന് പറഞ്ഞിട്ട്. ഇല്ല, മറ്റേ കോമഡി ഓർമ്മ വരുന്നത് മറ്റേ കുഞ്ഞിക്കുഞ്ഞിനകത്ത് നിന്നെ കാണാൻ കമലഹാസന്റെ കണക്കുണ്ട്. കമലന്റെ നിങ്ങളങ്ങ് ഉദ്ദേശിച്ചാൽ മതി, അതൊന്നും പറയുന്നില്ല. അങ്ങനെ ആരും പറഞ്ഞായിരുന്നോ? പറയാറുണ്ട്, ഫോട്ടോസിലൊക്കെ കാണുന്നുണ്ട്. തമനെ കേക്കണ്ട, എപ്പോഴും ഇവനൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുവാടാ, മനസ്സിലായ? അല്ലെങ്കിൽ ഇവനൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരിക്കുവോ? ഇവരായിട്ട് തന്നെ ഇട്ട് കൊടുത്തിരിക്കുക. അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അടുത്ത് ഇങ്ങനെ ഒന്ന് പബ്ലിക്കായിട്ട് ചോദിക്കുമോ? ഇടയ്ക്ക് വെച്ചിട്ട് ഈ മഞ്ജു പത്രോസിന്റെ ഒരു വീഡിയോ ഇല്ലേ, അവർ പറയുന്നുണ്ട് ഒരു സ്ത്രീ സംസാരിക്കുന്ന സമയത്ത് എന്ത് ചോദിക്കണം എന്ത് ചോദിക്കണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ആ സ്ത്രീയാണ്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഇവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഇവർക്ക് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവർക്ക് പറയാം ഇമാര് തെമ്മാടിത്തരം എന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞാൽ അവിടെ തീരും. അതെ, ഇത് രേണു തന്നെ പ്രോത്സാഹിപ്പിക്കും. ഇങ്ങനെ ചോദ്യം പറയണം, അപ്പൊ നമ്മൾ റിയാക്ട് ചെയ്യും, ലൈംലൈറ്റ് നിൽക്കും. എന്നിട്ട് ആ നന്ദി നമ്മളോട് കാണിക്കുന്നുണ്ടോ? ടീംസ് കാരണം രേണു ഇപ്പൊ ഈ നിലയിൽ എത്തിയിരിക്കുന്നത് അല്ലേ? അതൊരിക്കലും പറയരുത്. രേണു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിന്റെ ഒറ്റ കഴിവുണ്ടാവുന്ന പറഞ്ഞാണ്. ഒരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞ ഇവരുടെ വിചാരം ഒരു മുറിക്കകത്ത് ഞങ്ങൾ തമ്മി ഇവരുടെ മനസ്സിലുള്ള പോലത്തെയാണെന്നാ വിചാരം. ഞാനും അക്ഷയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലെന്ന് എനിക്ക് പറയാം, അക്ഷയ്ക്ക് പറയാം. ഈ സ്ത്രീ തന്നെയാ പറഞ്ഞത്, ഞങ്ങൾ തമ്മിൽ ഒരു ഫ്ലാറ്റിലായിരുന്നു, വല്ലതും നടന്നായിരുന്നെങ്കിൽ വേണ്ടില്ല, നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നതിനകത്ത് എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ഈ സ്ത്രീ തന്നെ വായി കൊണ്ട് പറഞ്ഞു, ഒരു ഉളുപ്പുമില്ല. പുള്ളിക്കാരി തന്നെ പറയും ഒരു സാധനം, എന്നിട്ട് ആ സാധനം നാട്ടുകാർ തെറ്റിദ്ധരിക്കണം. നാട്ടുകാർ തെറ്റിദ്ധരിക്കും, എന്നിട്ട് പറയും നിങ്ങൾ ധരിച്ചതിന്റെ കുഴപ്പം ഞാൻ കറക്റ്റ് ആയിട്ടാ ധരിച്ചത്. ഇവരുടെ വായിന്ന് ഓരോന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് പോയെന്ന് ഇവർക്ക് വളരെ വ്യക്തമാകുമ്പോഴത്തേക്ക് ഇവർ നൈസ് ആയിട്ട് അതങ്ങ് മാറ്റി പറയാനായിട്ട് ശ്രമിക്കും. എന്നിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, അവർ വന്ന് അപ്പുറത്ത് ന്യായീകരിച്ച് ന്യായീകരിക്കാൻ കുറച്ച് ആൾക്കാരെ അങ്ങ് ഇറക്കി വിടും. അല്ലാത്തവരും ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നില്ല, അവർ പൈസ ഉണ്ടാക്കുന്നില്ലേ? അതിനിപ്പം ഞാൻ ഇത് എടുത്തപ്പോഴാണ് ഇത് ഇത്ര വലിയ പ്രശ്നമായതും വലിയ വിവാദമായതും.
ഒരുപാട് പേര് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ലേ, അവരുടെ ഒന്നും ഒരു ഫോട്ടോസ് ലീക്ക് ആകുന്നില്ല, ഒരു പ്രശ്നം. ഇതിനകത്ത് ഞാൻ എന്താ പറയാൻ എനിക്കറിയില്ല. ഈ വിഷയത്തിൽ ഞാനൊരു കാര്യം പറയാം. ഒരുപാട് ആൾക്കാർ ഈ അഹാന കൃഷ്ണൻ നിങ്ങൾക്ക് അറിയാമല്ലോ, കൃഷ്ണകുമാറിന്റെ മകളായിട്ടുള്ള വ്യക്തി, അഹാനയുടെ സബ്സ്ക്രിപ്ഷനുമായിട്ട് രേണുവിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. അഹാനയുടെ സബ്സ്ക്രിപ്ഷനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമോ? പേഴ്സണൽ ആയിട്ടുള്ള വ്ളോഗുകൾ, പിന്നെ ക്വസ്റ്റ്യൻസ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് പുള്ളിക്കകത്ത് ഇട്ടിരിക്കുന്നത്. അല്ലാതെ ഇമ്മാതിരി അപരാധം ഒന്നും അഹാന കാണിക്കുന്നില്ല, മനസ്സിലായോ? അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ സബ്സ്ക്രിപ്ഷനെ പറ്റിയിട്ട് സംസാരിക്കുമ്പം എല്ലാരെയും കൂടെ ചേർത്ത് പറയരുത്. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ തരാം. ഞാനത് എന്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ഇവര് പറയുന്നുണ്ട് മറ്റാരും ഇടുന്നില്ലെന്ന്. നിമിഷ ബിജുവിന്റെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടില്ലേ? നിഷാന വ്ലോഗ്സ് നമ്മൾ റിയാക്ട് ചെയ്തിട്ടില്ലേ? തുമ്പി നമ്മൾ റിയാക്ട് ചെയ്തിട്ടില്ല. അവരൊക്കെ പിന്നെ തുറന്ന് സമ്മതിക്കുന്ന ആൾക്കാരല്ലേ, ഞങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ചെയ്യുന്നതെന്ന് അവർ ഓൾറെഡി അവരുടെ ലൈവ് ഒക്കെ കാണുന്നവർക്ക് അറിയാം. ഇവര് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മറ്റാരുടെയും പ്രശ്നമില്ലെന്ന് കുൽസിത് വിടുന്ന എല്ലാവരെയും നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഉറപ്പാണ്. നിങ്ങൾ നല്ലത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആര് പറഞ്ഞില്ല ഞാൻ നല്ലത് പറയും. പക്ഷെ ഈ ഒരു സ്ത്രീ പറയുന്നത് എന്താ? ഞാൻ വിധവയാണ്, മക്കളെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, അത് ചെയ്യുന്നു, പിന്നെ കുറെ പൊട്ടത്തരമായിട്ടുള്ള കുറെ ആൽബത്തിൽ കയറി അഭിനയിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവര് സമൂഹത്തിന്റെ മുന്നിൽ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനം. അതിന്റെ ഇടയിൽ കൂടെ ഇവര് പോയിട്ട് അപ്പുറത്ത് നിന്നിട്ട് സബ്സ്ക്രിപ്ഷൻ എന്നും പറഞ്ഞിട്ട് ഓരോ ഫോട്ടോസും റീൽസും കയറ്റി വിടും. അതായത് ഭയങ്കര രീതിയിൽ എക്സ്പോസ് ചെയ്ത് അവർ ഏത് രീതിയിലോ ഡ്രസ്സ് ധരിച്ചോട്ട് ഏത് രീതിയിലോ നടന്നോട്ടെ, പ്രശ്നമല്ല. പക്ഷെ ഈ സ്ത്രീയുടെ ഈ ഒരു ഫേസ് ഉണ്ടല്ലോ, എന്നിട്ട് അതിന്റെ കൂടെ എല്ലാരെയും കൂടെ അടിച്ചാക്ഷേപിക്കുക. ബാക്കിയുള്ള നടിമാര് ഇതുപോലെ ഇടുന്നില്ലേ, അവരുടെ എന്താ എടുത്തോണ്ട് വരാത്തേന്ന്? ഇത് ഇത്രയും ആയിട്ടും ഇവരെ ഭയങ്കരമായിട്ട് കണ്ണടച്ച് വിശ്വസിക്കുന്ന കുറെ പൊട്ടന്മാരുണ്ട്. നിന്നോടൊന്നും ഒന്നും പറയാൻ ഒരു വിവരമില്ലാത്ത കുറെ നാറികൾ. ജീവിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പൈസ വേണം, പൈസ അല്ലാതെ ഒരു രക്ഷയില്ല. ഞാനൊക്കെ 6 മാസം ആയതേ ഉള്ളൂ. ഞാൻ ഇവിടെ ഒരു സ്റ്റേജിൽ എത്തിയിട്ട് 6 മാസം, കറക്റ്റ് 6 മാസമായി. അപ്പം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് നമുക്ക് പൈസ വേണം, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ, പൈസ ഉണ്ടാക്കിയാലേ ജീവിക്കാം എന്ന് പറഞ്ഞ് കോടികൾ ഉണ്ടാക്കാൻ അങ്ങനല്ല. നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കാം. നമുക്ക് എന്താണ് അറിയുന്നത്, നമ്മൾ കലാപരമായിട്ട് നമ്മളല്ല. പൈസ ആർക്കും ഉണ്ടാക്കാം, പക്ഷെ തെരഞ്ഞെടുക്കുന്ന വഴിയാണ് ഇവിടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പ്രത്യേകിച്ച് പിള്ളേർ വളർന്നു വരുന്നുണ്ട്, അച്ഛനും അമ്മയും ഉണ്ട്, ഇവരെയൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യണം. പോരാത്തതിന് നിങ്ങളുടെ ചേച്ചിയുടെ മക്കളുണ്ട് ഇല്ലേ, ഇവരുടെയൊക്കെ മുന്നിൽ നിങ്ങളുടെ ഒരു ഇമേജ് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ട്? രേണു മനസ്സിലാക്കേണ്ട ഒരു സാധനം, രേണു ഇങ്ങനത്തെ സാധനങ്ങൾ ഇടണമെന്നില്ല. രേണു അതിനകത്ത് എക്സ്ക്ലൂസീവിനകത്ത് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയാൽ മതി, സാധാരണ അങ്ങോട്ട് വരും. അത് മതി. രേണുവിന് വിവരമില്ലാത്തതിന് നമ്മളൊന്നും വേണ്ട, നിങ്ങളാ വീട്ടിനെ പറ്റി തന്നെ 4 വാക്ക് കുറ്റം പറഞ്ഞാൽ മതി, അത് കാണാനെങ്കിലും ആൾക്കാർ. പക്ഷെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ളൊരു പരിപാടിക്ക് നിൽക്കേണ്ട ആവശ്യം? നിങ്ങൾക്ക് ചേർന്ന പരിപാടിയാണോ ഇത്? എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇപ്പം വലിയ സെലിബ്രിറ്റീസ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതെന്ന് വെച്ചാല് എന്താ പറയാ, സബ് ചെയ്യുന്നവർക്ക് മാത്രമായിട്ട് അല്ലെ, എക്സ്ക്ലൂസീവ് കണ്ടന്റ് എനിത്തിങ് അത് ഇഷ്ടപ്പെടുന്നവരുള്ളതുകൊണ്ടാണ് അവർ ഇത്രയും സബ് എടുത്തും കാര്യങ്ങൾ. അപ്പം ഞാൻ അങ്ങനെ ചെയ്തപ്പം, അല്ലെങ്കിൽ ഞാൻ സബ് എടുത്തപ്പം മാത്രം എന്നെ വിവാദം, അതായത് എനിക്കെതിരെ വിവാദങ്ങൾ മാത്രം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറച്ച് വ്ളോഗേഴ്സ് അവർ ചെയ്തോട്ടെ, എനിക്ക് വിഷയമില്ല. പക്ഷെ അവർ ഈ സബിനകത്ത് കയറിയിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, അത് വിവാദമാക്കുക, അതൊക്കെ വളരെ അത് കാണാനല്ലേ വെച്ചിരിക്കുന്നത്. പൈസ കൊടുത്ത് സാധനം എടുത്ത് ജനങ്ങളും കൂടെ കാണട്ടെ. ആരാധകർക്ക് വേണ്ടി മാത്രം എന്തിനു വെച്ചിരിക്കുന്നത്? പബ്ലിക് കൂടെ കാണട്ടെ. രേണു തുടങ്ങിയ സാധനം പൈസ കൊടുത്ത് നമ്മൾ കാണുകയും വേണം, എന്നിട്ട് രേണുവിന്റെ ചീത്ത വിളി കേൾക്കുകയും വേണം, കണ്ടവനെ നാറ്റിക്കുകയും ചെയ്യും. പോരാത്തതിനൊരു കേസും കൂടെ വെച്ച്. അല്ല, ഇതെല്ലാം ഫ്രീ ബോണസ്. കേസിന്റെ ഒരു വിഷയത്തിനകത്തോട്ട് വരട്ടെ. ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി ഇങ്ങനെയുള്ള പരിപാടി കാണിക്കുന്നത് നിയമവിരുദ്ധമാണ്. IT-67 പെടുന്ന ആക്ട് തന്നെയാണത്. അങ്ങനെയും കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അറിയത്തില്ലെങ്കിൽ വക്കീലിന്റെ അടുത്തേക്ക് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇതാണ് ഇൻസ്റ്റാഗ്രാമിലെ എക്സ്ക്ലൂസീവ് കണ്ടന്റ്. അവര് തരുന്ന ഇന്ന സാധനങ്ങളാണ് അവർ അലോ ചെയ്തിട്ടുള്ള സാധനങ്ങൾ. Creators to monetize by offering exclusive content such as subscriber only stories, lives, reels and posts. Subscriber stories, exclusive interactive stories with special stickers and live stream content exclusive to support, often behind the screen or extended footage. ഇൻസ്റ്റാഗ്രാം എവിടെയും പറയുന്നില്ല നിങ്ങൾ ഇങ്ങനെയുള്ള ഫോട്ടോസ് ഒന്നും പോസ്റ്റ് ചെയ്യണമെന്ന്. ഇതിനകത്ത് എവിടെയും പറയുന്നില്ല. അവർക്കൊരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഉണ്ട്. ആ ഗൈഡ് ലൈൻ്റെ അണ്ടറിൽ നിന്നിട്ടേ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റൂ. ഇതാ ഞാൻ പറഞ്ഞത്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ത് തോന്നിവാസവും ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് നിങ്ങൾ തിരിക്കരുത്. എക്സാമ്പിൾ അഹാനയുടെ സബ്സ്ക്രിപ്ഷൻ്റെ കേസ് പറഞ്ഞാൽ നിങ്ങൾ ആ സബ്സ്ക്രിപ്ഷൻ എടുത്ത് നോക്കിയാൽ മതി. അവരതിനകത്ത് ഫുള്ള് വ്ളോഗ്സും ഇങ്ങനെയൊക്കെയുള്ള Q&A ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. അല്ലാതെ
അവരാരും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊന്നും ഇടുന്നതൊന്നുമില്ല. പിന്നെ ഇടുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. രേണു മാത്രമാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നില്ല, കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ രേണു പറയുന്നത് എല്ലാ സിനിമാ നടിമാരും ഇത് ചെയ്തോണ്ടിരിക്കുകയാണ്. രേണു ചെയ്യുന്നെന്ന് പറഞ്ഞാലേ എന്താണെന്നറിയോ, നമ്മള് ടീച്ചർമാരൊക്കെ പറയത്തില്ല, നീയൊക്കെ അവനെ കണ്ടുപിടിക്കടാ, ഇതുണ്ട് അവന് അതേപോലെ. ഞാൻ മാത്രമല്ല, മറ്റേ ഇല്ല പടത്തിനകത്ത് ഞാൻ മാത്രമല്ല പോലെ അവരെല്ലാവരും ഇടിച്ചിട്ടുണ്ടെന്നല്ലേ, ഞാൻ മാത്രമല്ല, അവര് മുട്ടാൻ പറഞ്ഞപ്പോ ഞങ്ങൾ വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ എത്രയൊന്നും കൊണ്ടാ പറയുന്നത്, പറഞ്ഞിട്ടും ഒരു ഇതും ഇല്ലെങ്കിൽ എന്താ ചെയ്യുക. കാരണം ഇന്നും എനിക്കൊരു മെസ്സേജ് സബ് ചെയ്ത ഒരു ആളുടെ മെസ്സേജ് വന്നു, ചേച്ചി അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ സബ് ചെയ്തിട്ട് എന്താ, ഞങ്ങളൊക്കെ പൈസ മുടക്കിയിട്ട് അതിനെന്താ പ്രയോജനം, ഇതെല്ലാം അവരെ എക്സ്ക്ലൂസീവ് ആണെന്ന് പറഞ്ഞിട്ട് അവരെ സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടുവല്ലേ എന്ന്. പ്രശ്നം 150 രൂപ കിട്ടുന്നില്ല, ഇത്രേ ഉള്ളൂ സീൻ. അവർ ആരൊക്കെയോ വന്ന് പുള്ളിക്കാരിയോട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ എന്തിനാ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് 150 രൂപ വരുന്നത്, അവനെ പോയി ചുമ്മാ ഇവനൊക്കെ ഇത്രയും ഗതികേടുണ്ട്. ഈ മെസ്സേജ് അയച്ചവരാരാ, അവനെ ഒന്ന് കാണാൻ പറ്റുമോ ഞാനിത് ആലോചിക്കട്ടെ. ഇവരൊക്കെ എന്തോന്നാണ് ഇത്, ഇവർക്ക് അല്ലെങ്കിൽ എല്ലാം ഫോൺ തുറന്ന് കാണിക്കുന്ന രേണു എന്താ അതൊന്നും കാണിക്കാത്ത, അങ്ങനെ സംഭവമൊന്നും ഇല്ല. ആരെങ്കിലും പോയി ചോദിക്കും ഇത്രയും വിവാദമായി നടക്കുന്നത്. ഈ ഇടയ്ക്ക് വെച്ചിട്ട് ആരുടെ ഒരു സബ്സ്ക്രിപ്ഷന്റെ ഒരു കോൺട്രവേഴ്സി വന്ന സമയത്ത് അവർ ഭയങ്കര ഓപ്പൺ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ സബ്സ്ക്രിപ്ഷനകത്തൊന്നും എന്തൊരു വിവാദം എടുത്തുകൊണ്ടുണ്ടായിരുന്നു. രേണുവിനെ സംബന്ധിച്ച് രേണു സബ്സ്ക്രിപ്ഷനകത്ത് കിടക്കുന്ന ഫോട്ടോസും റീൽസും വേറെ ആർക്കും കാണിക്കത്തില്ല. എന്തുകൊണ്ടാണ് കാണിക്കാത്ത? വേറൊരു സംഭവം ഉണ്ട്, ഈ എയർപോർട്ടിൽ തന്നെ വെച്ചിട്ട് ഈ പുള്ളിക്കാരത്തിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, എന്ത് തരം കണ്ടന്റ് ആണ് അതിനകത്ത് കൊടുക്കുന്നത്? അന്യായ കോമഡിയാ അതിനകത്തുണ്ടോ? സബ്സ്ക്രിപ്ഷൻ ഉദ്ദേശിക്കുന്ന ഹോട്ട് കണ്ടന്റ് മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അതെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ തന്നെ ഇപ്പം നിങ്ങൾ സബ് എടുക്കേണ്ട കാര്യമില്ല. ഞാൻ എന്താ ഇടുന്നെന്ന് കാണേണ്ടവരാണെങ്കിൽ കുറച്ച് വ്ളോഗേഴ്സ് ഉണ്ട്, അവർ സ്ക്രീൻഷോട്ട് എടുത്ത് ഇടുന്നുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് ഫസ്റ്റ് ഇങ്ങനെ തമ്പലിനോ എന്തോ അതിന് പറയുന്നത്, അതിന് തമ്പലൈൻ, അത് തന്നെ, അതിൽ ഇടുന്നുണ്ട്. അപ്പം ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിപ്പോ ഒരു ആൽബം ചെയ്താലും നിങ്ങൾക്കറിയാം, നിങ്ങൾ മീഡിയക്കാർ വരുമ്പം ഇപ്പൊ ദാസേട്ടൻ കോഴിക്കോട് പ്രതീഷിന്റെ ഒക്കെ കൂടെ ആൽബം ചെയ്യുമ്പോഴും ഞാൻ വയറ് കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഫോട്ടോ അത് ഞാൻ സബ്സ്ക്രിപ്ഷനിലൂടെ കാണിക്കുന്നു, മനസ്സിലായി. പുള്ളിക്കാരൻ ഈ പബ്ലിക്കിന് മുന്നിൽ പറയാൻ നാണക്കേടാ. ചോദിച്ചോണ്ട് ബബ്ബ അടിക്കുന്നുണ്ടല്ലേ, ഇതാ ഞാൻ പറഞ്ഞത്, ഇത്രയേ ഉള്ളൂ. രേണു ഇതൊക്കെ പബ്ലിക്കിന്റെ മുന്നിൽ പറയാൻ ഭയക്കുന്ന എന്തിനാ? രേണുവിന്റെ ഭാഗത്ത് തെറ്റുകളൊന്നും ഇല്ലെങ്കിൽ രേണു ഡയറിയായിട്ട് പറയാം. അത് കുറച്ച് എക്സ്ക്ലൂസീവ് ഫോട്ടോസാണ് ഞാൻ കുറച്ച് എക്സ്പോസ് ചെയ്ത് ഞാൻ നിങ്ങൾ ഓൾറെഡി അത് ദാസേട്ടൻ്റെ അടുത്ത് അവിടെ നിന്നില്ല, നിങ്ങൾ കാണുന്ന സാധനങ്ങൾ തന്നെ ഞാൻ അത് ഇതാക്കിയിടുന്നു പറഞ്ഞത് എന്താ? ഈ തമ്മിലിന്റെ കാര്യം എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ തന്നെയാണ് അതിലും ഇപ്പം ഫോട്ടോ എടുക്കുമ്പം കാണുന്നത്. അതിപ്പം അതത്ര വലിയ സംഭവമാണെന്നോ ഒന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ സബ് ചെയ്യുന്നതിനകത്ത് അത്ര സംഭവം അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഇത് ഈ പോസ്റ്റ് ഒക്കെ നോർമൽ ഫോട്ടോസിൽ കൊണ്ട് പോസ്റ്റ് ചെയ്യാത്തത്? എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന് പറഞ്ഞ് നീയൊക്കെ 150 രൂപ എനിക്ക് തന്നിട്ട് കണ്ടാമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലല്ലോ. ഓൾറെഡി അത് ഈ പറയുന്ന പൂതറ ആൽബത്തിനകത്തല്ല ദാസന്റെ കൂടെ ഒക്കെ കാണുന്നതല്ലേ. അപ്പൊ പിന്നെ പബ്ലിക്കായിട്ട് കിട്ടാൻ പോരെ. ദാസേട്ട കോഴിക്കോട്, അവനെന്ന് കോഴിക്കോട് ദാസേട്ടൻ കോഴിക്കോടെന്ന് വിളിക്കരുത്. കേറിയിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അത് അങ്ങനെ വിവാദമാക്കാന്ന് പറഞ്ഞാൽ അത് അവരെടുത്തോട്ടെ, നമ്മളെല്ലാരും പറയണം രേണു അടിപൊളി, സൂപ്പർ, ഫാന്റാസ്റ്റിക്, ഇതിലും ഭീകരമായ ഫോട്ടോസ് ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു, അടുത്തത് ഇങ്ങനെ വേണം നമ്മൾ പറയാൻ. ഇവർ ഈ പോലീസിന്റെ വിഷയമായിട്ട് ഇറങ്ങിയത് തന്നെ എന്താണെന്നറിയോ, വീണ്ടും ഒരു കോൺട്രവേഴ്സി ഉണ്ടായി കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് എനിക്ക് ഉറപ്പാ ഇതിനകത്ത് ആൾക്കാർ കയറും. പിന്നെ അതങ്ങനെയാണ്. രേണുവിനെ നല്ല വൃത്തിയായിട്ട് അറിയാം, അതുകൊണ്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ട് രേണു തന്നെ. ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്, ഞാൻ രാവിലെ പറഞ്ഞില്ലേ രേണു ഇത് പോലീസ് സ്റ്റേഷൻ കൊണ്ട് കേസ് കൊടുക്കുക. രേണുവിന്റെ പ്രശ്നം എന്താ, സബ്സ്ക്രൈബ് ചെയ്യാത്തവന്മാരെ ഇത് കാണിക്കുന്നു. പോലീസുകാരൻ ആദ്യം ഇവിടെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പോലീസുകാരൻ അത് കാണാൻ പറ്റൂ. അല്ലെങ്കിൽ പറയും സാറിനെതിരെ ഇവിടെ എഫ്ഐആർ ഇടണമെന്ന് പറയും. ഓഫീസറുമായിട്ട് പ്രണയത്തിലൊന്നുമല്ല, അങ്ങനെ ഒരാളുണ്ട്, എൻ്റെ ഫാനാണ് ആള്. ഫാൻ എന്ന് പറഞ്ഞപ്പോൾ ഇവളായ എന്താണ് അതൊന്നും എനിക്കറിയത്തില്ല. ആളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്, വല്ലപ്പോഴും ആണ് മെസ്സേജ് പോലും അയക്കാറുള്ളത്. പ്രണയത്തിലൊന്നും ആയിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു മിലിറ്ററിക്കാരനും ഇല്ല, ആരും ഇല്ല. ഏതോ മിലിറ്ററി ഓഫീസേഴ്സാണ് ഇവരുടെ വീഡിയോസ് കാണുന്നത്. അങ്ങനെ അവർക്ക് അങ്ങനെ യൂസ് ചെയ്യാനുള്ള പെർമിഷൻസ് ഒന്നും ഇല്ല, സോഷ്യൽ മീഡിയ ഒന്നും. ഇവരെന്ത് വിഡിത്തരമായി ഈ സ്ത്രീ വന്ന് സംസാരിക്കുന്നത്? ഇല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണുവിനെതിരെ കേസ് കൊടുക്കണമെന്ന്. അന്നില്ല വാക്ക് വിത്ത് വിഷ്ണു എന്ന് പറയുന്ന ചാനലില്ലേ, വിഷ്ണുവിന്റെ എനിക്ക് അന്ന് ചാനലിന്റെ പേര് അറിയത്തില്ലായിരുന്നു. എന്തായാലും വിഷ്ണു ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിനും കൂടെ ഒരു കേസ് വെച്ച് കൊടുക്കും, ഇതിനും കൂടെ ചേർത്ത് ഒരു കേസ് കൊടുക്കും. എന്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ രേണു പറയുന്ന ഒരു പട്ടാളക്കാരനുണ്ട്, ആ പട്ടാളക്കാരൻ പുള്ളിക്കാരിയുടെ ഫാനാണ്, മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. പുള്ളിക്കാരനാണ് ലവർ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ചുറ്റുന്നത്. പുള്ളിക്കാരിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്ന പട്ടാളക്കാരൻ എങ്ങനെ മീഡിയക്കാർ അറിയുന്നത്?
നമ്മളെങ്ങനെ ഇതൊക്കെ അറിയുന്നത്? അതാ പറയുക, ഇതൊക്കെ ഓൾറെഡി അവരടുത്ത് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഈ സ്ത്രീ വാരാത്രി 2 മണിക്കൊക്കെ ചായ കുടിക്കാൻ പോകുന്നത് കണ്ടിട്ടുണ്ടോ? അവിടെ വരെ മീഡിയക്കാരുണ്ട്. എന്താ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം നമ്മൾ പബ്ലിക്കിന്റെ മുന്നിൽ കാണിച്ചിട്ട് വലിച്ചു കയറുന്നു. എല്ലാവർക്കും ഒരു വിഷമം കാണും, എന്തുകൊണ്ടാണ് ഈ ഒരു സ്ത്രീയുടെ വീഡിയോ തന്നെ കണ്ടിന്യൂസ്ലി ചെയ്യുന്നത്. ഇവർ കാണിക്കുന്ന തോന്നിവാസങ്ങൾ നമ്മൾ പറയുന്നത് വേറെ കണ്ടന്റ് ഇല്ല, വേറെ ട്രെൻഡിങ് കണ്ടന്റ് ഉണ്ടെങ്കിൽ 100% ഞാൻ ചെയ്തിരിക്കും. എനിക്ക് ഒരു വിഷയമില്ല. വിയർഷിപ്പ് പേടിച്ചിട്ടൊന്നുമല്ല, എല്ലാത്തിനും വിയർഷിപ്പ് ഉണ്ട്. എന്തിട്ട് കഴിഞ്ഞാലും കേട്ടാനുള്ള കഴിയും, അതിനുള്ള കഴിവും നമുക്കുണ്ട്. പക്ഷെ ഇവരുണ്ടല്ലോ, ഇവർ ഈ കാണിക്കുന്ന പ്രവൃത്തിയും, ഇവർക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് എന്തും കാണിക്കാം, എന്തും വിളിച്ച് പറയാം എന്നൊക്കെ ഉള്ളൊരു മെന്റാലിറ്റി ഉണ്ടല്ലോ. അത് അത്ര ശരിയുള്ളൊരു പരിപാടി. വേറെ എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും കാണാൻ പറ്റണ്ടേ? ഈ ഒരു മുഖമല്ലാതെ ഒന്നുമില്ല. ഇൻസ്റ്റാഗ്രാം നമ്മളെ കുറ്റം പറഞ്ഞ കാര്യമില്ല. തുറക്കാൻ പറ്റത്തില്ല, ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റത്തില്ല, എവിടെ തുറന്നാലും രേണു സുധി തന്നെയാണ്. അത് തീർച്ചയായിട്ടും ചെയ്യുന്നത്. മാത്രമല്ല, ഈ രേണുവിന്റെ വിഷയങ്ങൾ കാണാനും ഒരുപാട് ആൾക്കാരുണ്ട്, താല്പര്യമുണ്ട്. രേണുവിനെ നെഗറ്റീവ് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കയറത്തുള്ളൂ, പോസിറ്റീവ് പറഞ്ഞാൽ ആ വീഡിയോസ് കയറില്ല. കുറെ ആൾക്കാർ ചോദിക്കും നിനക്കൊന്നും വേറെ പണിയില്ലടാന്ന്. നിങ്ങളെ പോലെ ചിന്തിക്കുന്ന ഒരു 10% ആളുകളുള്ളൂ. ബാക്കി 90% ആൾക്കാരും വെറുത്ത് കുട്ടിച്ചോറായിട്ടിരിക്കുന്ന ആളുകളാണ്. സത്യം. അതുകൊണ്ടാണ് ആൾക്കാർ ഇതിനെതിരെ സംസാരിക്കുന്നത്. അതെടുക്കുന്നവർക്ക് എന്താ സ്പെഷ്യൽ കണ്ടന്റ്? സ്പെഷ്യൽ കണ്ടന്റ് എന്റെ എന്താ പറയാ, പോസ്റ്റ് കാണും, സ്പെഷ്യലായിട്ട് എന്താ പറയാ, ഇൻസ്റ്റയിൽ ഇടാത്ത പോസ്റ്റുകൾ കാണും, ചിലപ്പോൾ സ്റ്റോറി കാണും. തന്നെ ചോദിച്ചത് എന്തുവാണ് അതിനകത്തുള്ളത്, എന്താണ് അതിലുള്ളതെന്നാ ചോദ്യം. ധൈര്യമായിട്ട് പറയൂ രേണു, ധൈര്യമായിട്ട് പറ. അല്ല, ഇൻസ്റ്റയിൽ ഇടാത്ത പോസ്റ്റ് ആണെന്ന്, പിന്നെ ഇത് എവിടെയാണ് താങ്കൾ അപ്ലോഡ് ചെയ്തോണ്ടിരിക്കുന്നത്? വേറെ കാര്യം ആദ്യം പറഞ്ഞോ, പോസ്റ്റുകൾ ഇടാറുണ്ടോ? പോസ്റ്റുകൾ ഇൻസ്റ്റയിൽ ഇടാറില്ല ഇപ്പോൾ. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് മെറ്റ എനിക്ക് തന്ന ഫീച്ചറാ. എന്ത് നിങ്ങൾ പറയുന്നത്? മെറ്റ പ്രത്യേക രേണുവിന് വേണ്ടി കൊടുത്തതാ. റീല് കാണും, പക്ഷെ അത് സ്പെഷ്യലായിട്ട് ഇടേണ്ട കാര്യമില്ല. മറ്റവന്മാരെ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്തു വിടും. എന്ത് കാക്കയ്ക്കുള്ള കലാകാരൻ ഇവനാണ് അതെല്ലാം എടുത്ത് പുറത്തു വിടുന്നത്. അതുകൊണ്ട് ഇവന്റെ ചാനൽ മാസ്റ്റർ മൈൻഡ് മനു, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. രേണുവിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എന്ത് കണ്ടന്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചെന്ന് കാണാം. രേണു ഇതിന്റെ പേരും പറഞ്ഞ കേസൊന്നും കൊടുക്കാനായിട്ട് പോയിട്ട് ഒരു പ്രയോജനമില്ല കേട്ടോ. രേണുവിന്റെ പേരിൽ തന്നെ ഇത് കേസായിട്ട് വരത്തേ ഉള്ളൂ. കാര്യം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് നിങ്ങൾ അത് നോക്കുക. ഇൻസ്റ്റാഗ്രാമിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനകത്തൊന്നും ഇങ്ങനെയുള്ള പ്രവൃത്തിയാണോ ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. മനസ്സിലായോ? രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ നിന്റെ വീഡിയോക്കകത്ത് കേസിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ലേ? IT-67 ഉൾപ്പെടെ, IT-67 വകുപ്പ് ഉൾപ്പെടെ ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ ഇവന്റെ ചാനലിനകത്ത് അവൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇവർ ഫേസ് ചെയ്യേണ്ട കോൺസിക്വൻസസ് എന്താണെന്ന് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. ഇല്ല, രേണു കേസ് കൊടുക്കില്ല. കാരണം കേസ് കൊടുത്താൽ രേണു എങ്ങനെ പറയും, സാറേ എന്റെ ഈ വീഡിയോ ദിവം പ്രചരിപ്പിച്ചു, ഈ വീഡിയോ അവൻ പ്രചരിപ്പിച്ചു, ഈ വീഡിയോ എവിടുന്ന, ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സാധനമല്ലേ ഇത്? നിങ്ങളൊരു പ്രൈവറ്റ് വ്യക്തിക്ക് അയച്ചു കൊടുത്തത് ഒരുത്തൻ ചൂണ്ടി എടുത്തോണ്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന സാധനം ന്യായം. അതെ, നിങ്ങൾ തന്നെ അതായത് പൈസ കൊടുത്ത് ഞാൻ ആ സാധനം വാങ്ങി, ആ സാധനം പക്ഷെ ഞാൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല, തോക്ക് തരാൻ ഒരു ത്വര കൊണ്ടൊന്നും അല്ല ഇവൻ പോയി സബ്സ്ക്രൈബ് ചെയ്തത്. പക്ഷെ ഇത് വെച്ച് ജനങ്ങൾ അറിയണം ഇവരെന്താണ് കാണിക്കുന്നതെന്ന്. അതൊരു കണ്ടന്റ് എന്നുള്ള രീതിയിലാണ് ആ സംഭവം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഒത്തിരി പേര് പറയുന്നത് നമ്മളിപ്പോ ആ സാധനം എന്താന്ന് കാണിക്കാതെ ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ ചോദിക്കും നീ കണ്ടോ അവൾ എന്താ ഇടുന്നതെന്ന്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് ചോദിക്കും നീയൊക്കെ എന്തിനു ചെയ്തെടുത്തോണ്ട് വരുന്നത്, ആ പാവം എങ്ങനെയാണ് ജീവിച്ചോളൂ? ഇങ്ങനെയാണോ ജീവിക്കേണ്ടത്? ഇങ്ങനെയാണോ ജീവിക്കണ്ടേ? ജീവിക്കാൻ എത്ര മാർഗങ്ങളുണ്ട്. സബ്സ്ക്രിപ്ഷൻ എടുത്തത് പെണ്ണുങ്ങളുണ്ടോ? ഒറിജിനൽ അടിയെന്ന് പെണ്ണുങ്ങളുണ്ട്. സബ്സ്ക്രിപ്ഷന്റെ ഇപ്പത്തെ എമൗണ്ട് എത്രയാ? 199. കൂട്ടാൻ പ്ലാൻ ഉണ്ടോ? എത്രയാവും? കൂട്ടും ധൈര്യമായിട്ട് കൂട്ടിക്കും. ഇനിയിപ്പോ 1000 രൂപയൊക്കെ കൂട്ടിക്കും. 1000 രൂപ രേണു എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കയറി കാണും. ഉള്ള കാര്യം പറയാമല്ലോ. കാര്യം രേണുവിന്റെ അങ്ങനെയുള്ള ഫോട്ടോസ് കാണാൻ വേണ്ടി ആർത്തിമൂത്ത് ആരും പോയി കാണുന്ന കാര്യമില്ല. രേണു ചെയ്യുന്ന എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് കാണാൻ ആൾക്കാർക്ക് ഉള്ളിൽ ഒരു ത്വര കാണും. മനസ്സിലായി? രേണു കൂട്ടണം, കാരണം ഇതിന് അധികം ആയുസില്ല. ഈ പരിപാടി തീരും. രേണു സമ്പാദിച്ചു, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അത് അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ സമ്പാദിച്ചിട്ട് പിന്നെയും വന്നിരുന്ന് മെഴുകാൻ നിൽക്കരുത്. ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്ക് ജീവിക്കേണ്ട, ഞങ്ങൾ പട്ടിണിയാണെന്നൊക്കെയുള്ള രീതി വന്ന് പറയുന്നത്. അത്യാവശ്യം കയ്യിൽ നല്ല പൈസയൊക്കെ ഇപ്പൊ ഉണ്ട്. അതൊക്കെ ഉണ്ടായിട്ടാണ് ഇങ്ങനെ 4,50,000 രൂപ പല്ലിന് പൈസ എല്ലാം ചെയ്യാൻ പറ്റുമോ? 4,50,000 രൂപ എന്തിനാണ് പല്ലിന്? പറഞ്ഞതാ. ആ പൈസ ഉണ്ട് അവര് വീട്ടിന്റെ ആ ഒരു ചോർച്ച വന്നപ്പോ അവര് പകുതി റെഡിയാക്കാത്ത പാവപ്പെട്ട ഫിറോസൊക്കെ ആളെ പറഞ്ഞു വിട്ടിട്ട് അത് ശരിയാക്കി. നിങ്ങൾ ഇത് വല്ലോ കാണുന്നുണ്ടോ ഫിറോസൊക്കെ? അല്ല, 4,50,000 രൂപ പല്ല്, പുതിയ കാറ്, AC വെക്കാൻ പൈസ ഉണ്ട്, പക്ഷെ സിംഗിൾ പേയ്മെന്റ് എടുക്കാം, പക്ഷെ അപ്പം അതുകൊണ്ട് മാത്രം AC വെച്ചിട്ട് മുക്കിന് ഷൂട്ട്. രേണുവിനെ പറയുന്നുണ്ട് വല ഷൂട്ടുകളായിരുന്നു. പൈസ ഇഷ്ടം പോലെ ഉണ്ട് അവരുടെ കയ്യില്. പക്ഷെ
നമുക്ക് 4.5 ലക്ഷം രൂപ എന്തിനാണ് എന്നാലും ഇംപ്ലാന്റ് ചെയ്യുന്നതിന്? എനിക്കറിയത്തില്ല, അതൊരു പുതിയ അറിവാണ് കേട്ടോ. നമ്മൾ പല്ല് ഫുള്ള് ക്യാപ്പ് ചെയ്ത് എല്ലാം കൂടെ ഒക്കെ ചെയ്യുന്നതിന് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 80,000 പോട്ട് 1 ലക്ഷം രൂപ കൺഫേം. പക്ഷേ ഇവരുടെ പല്ല് കംപ്ലീറ്റ്ലി എടുക്കേണ്ട. ഇവർ അലൈനർ വിട്ടിട്ടുണ്ട്, ഇവർ 2 ഇംപ്ലാന്റും ഇല്ല. ഇതിനൊന്നും ഒരിക്കലും ഇത്ര പൈസ ഒന്നും വരത്തില്ല. ഈ സ്ത്രീ ചുമ്മാ തള്ളുന്നതാണ്, മനസ്സിലായോ? പക്ഷേ ഇപ്പോൾ തള്ളുന്ന ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആ 4 ലക്ഷം രൂപ ഇനിയിപ്പം സപ്പോസ് ഇനി ആയെന്ന് വിചാരിച്ചോ, ഇവരുടെ കയ്യിൽ പൈസ ഉണ്ടേ, ഇനിയെങ്കിലും മനസ്സിലായാലും അന്ധമായിട്ടുള്ള കുറെ വിവരം കേട്ടവർക്ക്. 2 പിള്ളേരെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നൊരു യുവതിയുടെ പ്രകടനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം. ഇനിയും ഇത്തരത്തിലൊക്കെയുള്ള രേണുവിന്റെ വീഡിയോസ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും കുറച്ച് നാളത്തേക്ക് സമാധാനമുണ്ട്. വീട്ടിലുണ്ട്, ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ പോയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം ഇനി അവിടെ ഇനി എന്ത് ഭൂകമ്പമാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും ഇത് വളരെ തമാശ എന്നുള്ള രീതി നമ്മൾ പറയുന്നതാണ്, അങ്ങനെ നടക്കണമെന്നൊന്നും എങ്ങും പറയുന്നില്ല. രേണു കാണിക്കുന്ന അതായത് നെഗറ്റീവ് പബ്ലിസിറ്റിയെ മാത്രമാണ് വിമർശിക്കുന്നത്, അല്ലാതെ രേണു മൊത്തത്തിൽ തകരണമെന്നും രേണു സമൂഹത്തിൻ്റെ മുന്നിൽ മാറ്റി നിർത്തണം എന്നൊന്നും ഒരിക്കലും ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ ഒരിക്കലും ആൾക്കാരെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തികൾ. അതിന് ഭയങ്കര എക്സാമ്പിൾ ആണ് നമ്മുടെ പ്രശ്നേഷ്. അവൻ വെറുപ്പിച്ച് ആ സെയിം സാധനമാണ് രേണു ഇപ്പൊ ചെയ്യുന്നത്. പക്ഷെ അതിനെക്കാട്ടിലും സ്കിൽ ഉള്ളതുകൊണ്ട് രേണു കുറച്ചുനാളും കൂടെ കൂടുതൽ വെറുപ്പിക്കും. അതിനുശേഷം ഇവനെ പലയിടത്ത് അടിക്കാൻ പിടിക്കുന്നു. ഇപ്പൊ അവന് വർക്കില്ല, അവൻ കാറ് കൊടുക്കാൻ നടക്കുന്നു, അവൻ ആരെങ്കിലും എനിക്ക് വർക്ക് തരുമെന്ന് പറഞ്ഞ് നടക്കുന്നത് ഒരു മനുഷ്യന്റെ അവസ്ഥയാണ്, മനസ്സിലായോ? നാളെ ഒരു കാലത്ത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പ്രകടനങ്ങളാണ്. ഇതൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങളുടെ റീച്ചും കാര്യങ്ങളൊക്കെ പോവാം. ഇതൊന്നുമില്ലാതെ വരുന്ന ഒരു സിറ്റുവേഷനിൽ വന്നിരുന്ന് കരയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. സോഷ്യൽ മീഡിയ നിൽക്കുമ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമാണ് സമ്പാദിക്കേണ്ടത്, തീർച്ചയായിട്ടും സമ്പാദിക്കേണ്ടത്. അതിന് നെഗറ്റീവ് പബ്ലിസിറ്റി ആ പീരീഡ് കഴിഞ്ഞു. നിങ്ങൾ ഈ സ്ത്രീ തുടക്കം തൊട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്പർ 1 ഹിറ്റായത് സത്യം. ഇവർക്കുണ്ടായിരുന്നതിന്റെ കാൽഭാഗം എന്തൊക്കെ പറഞ്ഞാലും കിച്ചുവിന്റെ മെയിൻ ഇൻകം എന്താ? ഈ യൂട്യൂബിൽ പ്രൊമോഷനാ. അവന്റെ സ്വഭാവം ഒന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഇമാതിരി തക്കിട തരികട പരിപാടിയൊന്നും അവൻ കാണിക്കുന്നില്ലല്ലോ. സത്യമാണ്. എന്നാൽ ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് തിരുത്താൻ വേണ്ടി തിരുത്തത്തൊന്നുമില്ല, പിന്നെ പേരിന് വേണ്ടി ഞാൻ പറയുന്നത്. എന്തായാലും ഇത്രയൊക്കെയുള്ള സംഭവം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.